എന്തിനാടോ പൊതുവാളെ മേളം നിർത്തിയത്? നീലൻ ഇങ്ങനെ കാട്ടിയാൽ നിർത്തണമെന്നാണല്ലോ ഏഴിലക്കരയിലൊക്കെ. അത് വേറെ, ഇത് ഞാൻ ഈച്ചയെ പിടിച്ചതാ. ഈച്ചയല്ല, മരോട്ടിപ്പക്കയം. ഉടുപ്പത്തേക്കും അതാ ശീലം. ഓ ഈച്ചയാടാ കൊട്ടിക്കും. എത്ര എന്നോട്ട് കൈ ഇട്ടിങ്ങനെ കാണിക്കുമോ? അല്ല അപ്പൊ ഈച്ചയൊക്കെ പോയി, എൻ്റെ കൈ കഴിക്കുന്നു. ഞാനിടൊന്ന് ഇറങ്ങിക്കോ. കേമോ എന്ന് പറഞ്ഞാൽ പോരാ, തോൽവിയുടെ പടുകുഴി. പ്രത്യേകിച്ചത് ഇവൻ ദ അൾട്രാ പ്രൂഫ് ഓഫ് ഏഴിലക്കര, ബിഫോർ ആൻഡ് ആഫ്റ്റർ മീ. വാര്യരെ അതിങ്ങ് എടുക്ക്. ഏറ്റു പൊന്നാടാ. എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്തിനാ? പൊന്നാടാ. എടാ അതല്ലെന്ന്, പുള്ളി നമ്മളെ ആദരിക്കാൻ പൊന്നാട എടുക്കുവാണോ? പൊതുവാളെ അയാളെ ഒന്ന് നോക്കി വെച്ചോ. എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഒരു സെറ്റ് മുണ്ട് ഉറപ്പാ. സെറ്റും മുണ്ടും ഭാര്യയുടെ ചെരുപ്പാ, പൂട്ടിയെടുപ്പ്. വാര്യരെ അതിങ്ങ് എടുക്ക്. കുടിച്ചിട്ടിട്ടതാ, എന്നാലും ഇവിടെ എന്താ കാണിക്കാം? മുണ്ടെടുക്കാൻ. വാ, സന്തോഷമായില്ലേ പൊതുവാളെ? പലയിടത്തുനിന്നും പൊന്നാട കിട്ടിയിട്ടുണ്ട്. ഇതാദ്യമായാണ് തലവഴി കിട്ടുന്നത്. ആര് പറഞ്ഞു ഇത് പൊന്നാടയാണെന്ന്? ഇതെന്റെ പുതിയ ഡബിൾ മുണ്ട. ഇതും വിട്ട് ഇപ്പൊ വിട്ടോണം പുഴക്കരയിലേക്ക്. അതെന്താ? പൊതുവാളിനെയും കാത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ വടിവാളിന്റെ ഒരു ശേഖരം പുഴക്കരയിൽ കാത്തിരിപ്പുണ്ട്. എന്തായാലും പൊതുവാളെ ചാവും. പൊതുവാളിന്റെ ചെണ്ട എനിക്കുള്ളതാ. പിന്നെ അത് നീ പറഞ്ഞ എങ്ങനെ ശരിയാണ്? ഞാൻ 2008 ബാച്ച്, നീ 2009. പിന്നെ ചെണ്ട പൊക്കോണം. രണ്ടൂടെ എന്റെ പൊങ്ങ കാണാൻ വേണ്ടി നോക്കിക്കുവായിരുന്നല്ലേ. ആദ്യം ഓമാൻ എന്നെ ഒന്ന് കൊല്ലട്ട്, എന്നിട്ട് ആവാൻ ചെണ്ട. ഇപ്പൊ തന്നെ വിട്ടാൽ ആദരവും ആദരാഞ്ജലികളും ഒരേ ദിവസം നേടുന്ന ആദ്യത്തെ മേളക്കാരനാകാം തനിക്ക്, അല്ലേ കേള? വാര്യരെ ഇങ്ങനൊന്നും അല്ല ഞങ്ങൾ കേട്ടിരുന്നത്. മംഗലശ്ശേരി നീലകണ്ഠൻ, കസ്തൂരി മഞ്ചളിന്റെ കാന്തിയും ചന്ദനത്തിന്റെ സുഗന്ധവും ഒത്തുചേർന്ന സന്തൂർ മമ്മി. സന്തൂറിന്റെ പരസ്യം പറഞ്ഞ മാറ്റിപ്പറ. മംഗലശ്ശേരി നീലകണ്ഠൻ അസുരന്റെ വീര്യവും ദേവന്റെ പുതിയ പാർട്ടിയിലും ചേർന്നവൻ. മംഗലശ്ശേരി മാധവൻ നമ്പ്യാരുടെ മകൻ. കാണണ്ടെന്ന് പറഞ്ഞതേ കാണൂ, കേൾക്കണ്ടെന്ന് പറഞ്ഞതേ കേൾക്കൂ. കാണണ്ടാത്ത വീഡിയോ ഒക്കെ ഞാനും കാണുന്നു. ഏതാ പുതിയതാ? എന്തിനാ നീല ഇങ്ങനെ ഒരു ശാപം കൂടെ? ഞാൻ കാണണ്ടെന്ന് പറഞ്ഞ് കണ്ടത് സൂര്യഗ്രഹണമാണ്, അതും ഫിലിമിന്റെ സഹായമില്ലാതെ. ഓ കണ്ണി മണൽ വരി ഇടുന്ന പോലെ. അപ്പൊ ആർക്കും മനപ്രയാസം ഇല്ലെന്ന് കരുതുന്നു. പത്തായപ്പുരയെ കൂടാം, സേവ ഉണ്ടെങ്കിൽ ആവാം. ഉണ്ട്, പണ്ട് മുതലേ ഉണ്ട് സേവ. ഇവനും ഉണ്ട്. ഇവന് ഏതോ ലോക്കൽ സേവ. എല്ലാവർക്കും അപ്പൊ സേവ ഉണ്ട്. വാര്യരെ അതിങ്ങ് എടുക്ക. എന്നാ പൊട്ടിക്കാത്ത ഉറുമ്പ് കയറാത്ത ഒരു കൂട് മധുര സേവ ഉണ്ടല്ലോ, അവന് 2 എണ്ണം കൊടുക്കും. എന്റെ കൊച്ചന്റെ ചെരുപ്പ് എടുത്തിട്ട് അവൻ ക്ഷീണിച്ചിരിക്കുവോ? അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച ഈ സേവയല്ല. പിന്നേതാ? ഇത് മറ്റേ. ഓ മറ്റേത്. അതുകൊണ്ട് നല്ല നാടൻ ബാറ്റിംഗ് കരിക്കും, ഒതളങ്ങാത്തൊരുത്തും, പിന്നെ ടച്ചിങ്സിന് ഷിനു ജോൺ ചാക്കോയും. ഇതിപ്പോ ലാഭമായല്ലോ. ഇവര് വെബ് സീരീസിന്റെ ആൾക്കാരുടെ. വെബ് സീരീസാ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. മധുരസേവയും കിട്ടി, മനസ്സും നിറഞ്ഞു. ഇനി ഇതും കടിച്ചു പിടിച്ച് ഇതിന്റെ ക്ലിച്ചോ സൗണ്ടും കേട്ട് വീട് പറ്റണം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, എപ്പോ വേണമെങ്കിലും വരാം. പടിപ്പുരവാതിൽ അടയ്ക്കാറില്ല. ഓ ഭയങ്കര തറവാട്ടുകാരാ. അയ്യോ, തറവാട്ടുകാരുണ്ടല്ല, പടിപ്പുരവാതിലിന്റെ ജാവരി വിട്ടിരിക്കുക. തുറന്ന എല്ലാം കൂടെ മച്ചായെന്ന് വേണ്ട നിറഞ്ഞു വീഴും. എടോ വാര്യരെ, ഞാനതല്ല ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഇത്രയൊക്കെ കൊടുത്തിട്ട് അവരുടെ മുഖത്തൊരു തെളിച്ചുണ്ടോ നോക്കി. ചിലപ്പോ ISO സെറ്റിംഗ്സ് കുറച്ചിട്ടേക്കുന്നുണ്ടായിരിക്കും. ഗബ്രു അങ്ങോട്ട് കൂട്ടുക. ശരി, അത് തന്നെ. ഈയിടെ തന്റെ ഹ്യൂമർ സെൻസും ടെക്നിക്കൽ സർവീസും ഇച്ചിരി കൂടുന്നുണ്ട്. ഓ യാ. നീലകണ്ഠന് 2 കൂട്ടരുമായിട്ട് ചങ്ങാത്തുള്ളൂ. ഒന്ന് കലാകാരന്മാര്, പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പിമാരെയാ. ഇവരുടെ 2 പേരുടെ മുന്നിലേ കീഴടങ്ങിയിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഉത്സവപ്പറമ്പിൽ ഒരു SI കീഴടങ്ങിയായിരുന്നു. അത് SI നല്ലൊരു കലാകാരനാണ്, മാത്രമല്ല നല്ലൊരു ചട്ടമ്പിയും. ഏതാ ഇനം? അത് ചുമക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടപ്പോഴേ തോന്നി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. തിരിച്ചു പോകാനുള്ള വഴി നിശ്ചയില്ല. വാര്യരെ ഗൂഗിൾ മാപ്പു നൽകൂ മഹാപ്രഭു, ലൊക്കേഷൻ നൽകൂ ഗുണനിധേ. അല്ല, തിരിച്ചു പോകാൻ വണ്ടിയില്ല.
അതിൽ നടന്നും പോകാം. എത്ര കിലോമീറ്റർ ആയിരുന്നു? 1 hour 36 minutes. കറക്റ്റ്. കം ഓൺ, ലെറ്റ്സ് ഗോ. എടോ വാര്യരേ, അമ്പലത്തിൽ പോയൊരു കീർത്തനം പാടാം. കുറച്ച് നാളായിട്ട് ദേവി സമാധാനത്തോടെ ഇരിക്കുക. അങ്ങനെ പാടില്ലല്ലോ. അപ്പോ നീലന്റെ BSc കോച്ചിങ്ങിന്റെ കാര്യം? അവിടുത്തെ കോച്ചിങ് സെന്ററിലെ സാർ പറഞ്ഞു, ഇനി ക്ലാസ്സിന് ചെല്ലണ്ട, പാടുമ്പോഴും പഠിക്കുമ്പോഴും ഉത്തരം കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, ജോലി കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ പിൻവാതിൽ നിയമനം. അതാ ശീലം. വാര്യരേ, തനിക്ക് ഞാൻ എല്ലാ സ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ. തനിക്ക് ഞാൻ ഒരു സ്ഥാനം കൂടെ തരുക. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് തൻ്റെ തെങ്ങുംപുരയുടെ എനിക്ക് എഴുതി തരണം. ഗംഗാതരംഗ യോ BSc മാഷ് പറഞ്ഞിട്ടുണ്ട് ഉത്തരം കണക്ട് ചെയ്ത് പാടണമെന്ന്. ഗംഗാ നദീതട സംസ്കാരം 921 മലബാർ കലാപം. ഗൗരിയമ്മ ആദ്യ വനിതാ മന്ത്രി 86 ബാക്കി ഭാഗം. ഉറങ്ങല്ലേ? നമസ്കാരം. ഞാൻ ഓർക്കുകയായിരുന്നു, എന്താ? അച്ഛൻ്റെ അതേ ശബ്ദം. അച്ഛൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? പണ്ട് സ്കൂളിൽ പാടുമായിരുന്നല്ലോ. അതെ, അച്ഛൻ നല്ല മൂഡ് വരുമ്പോ സ്മൂളിൽ കയറി ഒറ്റ മൂളല. അതാ ശീലം. ഇംഗ്ലണ്ടിൽ പോയി ഡക്ക് വറുത്ത് എന്നിട്ട് നിയമം പഠിക്കാതെ തിരിച്ചു വന്ന് കോടതിയെ വിറപ്പിച്ച വിദ്വാനായിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ അച്ഛൻ. ഓ, അച്ഛൻ കോടതിയെ വിറപ്പിച്ചിരുന്നോ? പിന്നെ അച്ഛൻ വരുന്നതിന് മുമ്പ് വരെ കോടതി ടേബിൾ ഫാനിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അച്ഛൻ വന്ന ശേഷമാണ് AC ആക്കിയത്. എന്നിട്ട് 18 കോടതി നിന്ന് പറയ്ക്കും, ഗുമസ്തനും നീതിദേവത അടക്കം. 1974 ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അച്ഛൻ സ്ഥാനത്താഴ്ച കിട്ടി 86 ജില്ലാ മജിസ്ട്രേറ്റ് ആയി പെൻഷൻ പറ്റി. സാധാരണ എല്ലാരും പെൻഷൻ ആയി എന്നാണല്ലോ പറയാറ്. ഇതെന്താ അച്ഛൻ പെൻഷൻ പറ്റിന്ന് പറയണത്? അച്ഛന്റെ പെൻഷൻ തുകയോളം വരുമായിരുന്നു ക്യാൻറ്റീനിലെ പറ്റ്. തികഞ്ഞ ഒരു ബീഫ് ഫ്രൈ അല്ല BDF കൊതിയനായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ. കറക്റ്റാ. എന്തൊക്കെയായാലും ഭൂമി മലയാളത്തിൽ എവിടെ ചെന്നാലും പറയാം, നെഞ്ചു വിരിച്ച് ചെസ്റ്റ് ചാടിച്ച് മംഗലശ്ശേരി മാധവൻ നമ്പ്യാരുടെ നാട്ടുകാരനാണെന്ന്. ഇപ്പോ മംഗലശ്ശേരി നീലകണ്ഠന്റെ നാട്ടുകാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ തന്നെ ആട്ടും. അതെ, ഇപ്പൊ കൊപ്രയായിട്ട് നേരെ മില്ലിൽ ചെന്ന് നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആട്ടും. പിണ്ണാക്ക് വേണേ സെപ്പറേറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത്. ഈ പാട്ടുപുര ഇങ്ങനെ കിടക്കണത് കണ്ടിട്ട് സഹിക്കണില്ല. സഹിക്കണ്ട, നാളെ തന്നെ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് എല്ലാം കൂടെ വാര്യർക്ക് കൊടുക്കാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഓർമ്മയുണ്ടോ ഈ പാട്ടുപുര അമ്മ പണ്ട് പാടിയിട്ടുണ്ട്? അറബിക്കടലോരം ഒരഴകെ കണ്ടേനെ, அந்த കണ്ണിത്തെன்றലാടികൾക്ക് കൺകൾ കണ്ടേനെ. അമ്മ 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 ഏ അമ്മ. അമ്മച്ചിയെ എന്തൊരു വെറുപ്പിലായത്. ഇതിന് നല്ലത് വിറപ്പിക്കുന്ന അച്ഛനായിരുന്നു. ഇത്ര വെറുപ്പിക്കത്തില്ലായിരുന്നു. അന്ന് കുട്ടൻ ഇത്രയ്ക്ക് കട്ടി വീശയൊന്നും ഇല്ല. പട്ടി കൈ. അത് മാത്രല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. ഒന്ന് പൂശണം. പിന്നെന്താ, നല്ല നാടൻ വാറ്റും കരിക്കും വാര്യരും പിന്നെ ഡാൽമിച്ചറും ഞങ്ങൾ രാവിലെ ഇങ്ങ് വരും. അതാ ശീലം. എന്റെ നീലകണ്ഠ, നിങ്ങൾക്ക് ഇത് മാത്രമുള്ളൂ ചിന്ത? വേറെ പണിയൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഒരു പണി വേണ്ടേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആ കൊടിമരം ഒന്ന് വെള്ളി പൂശണം. വാര്യരോട് ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അയ്യോ, നീലകണ്ഠൻ ഒന്നും ചെയ്യണ്ട. കഴിഞ്ഞ വർഷം അമ്മ പാടിയ വെള്ളി എടുത്താ അത് പൂശിയിരിക്കണത്. ഈ വട്ടം നീലകണ്ഠൻ ഒന്ന് പാടിക്കഴിഞ്ഞാൽ അതെടുത്ത് ഞങ്ങൾ ചളുക്കി അങ്ങ് തേക്കാം. ഇനി നിന്നാ നിന്നെ ഞാൻ ചളുക്കും. വാര്യരേ, പാട്ടുപുരയുടെ ഉദ്ഘാടനത്തിന് ആരാടോ യോഗ്യന്മാര്? ആയാലോ? വേണ്ട, അയാളുടെ ഇടയ്ക്കിടെ തോല് കുത്തിപ്പൊട്ടിച്ചു. പുതിയ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. വേറെ ആരാ ഉള്ളേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ അധികം ദൂരെ പോകുന്നേ? ഇവിടെ തന്നെ ഉണ്ടല്ലോ ആള്. ആര്? ചെറ്റയും ഗോപകുമാറോ? അതല്ല, അത് ഡെപ്യൂട്ടി സ്പീക്കർ. എങ്കിൽ പുള്ളിയെ വിളിക്കാം. പുള്ളിയാകുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ കൊണ്ടുവരും. ആംപ്ലിഫയർ മാത്രം നമ്മൾ സെറ്റ് ചെയ്താൽ മതി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നാരാ? റീൽസ് മതി. 725 ഫോളോവേഴ്സും 750 ലൈക്കും ഉള്ള മാമ്പറ്റം അപ്പുമാഷിന്റെ മകൾ മാമ്പറ്റം റീൽസ് മതി. എങ്ങനാടോ, വെറൈറ്റി ആണോ? ആണോന്നോ? കഴിഞ്ഞ ആഴ്ച ആ കുട്ടിയുടെ 3 വീഡിയോ ആണ് വെറൈറ്റി മീഡിയയിൽ പോയത്. അങ്ങനെ നാട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കരുത്. എടോ വാര്യരേ, താൻ ആ ഫോൺ എടുത്ത് കറക്കി നമ്മുടെ പിള്ളേർ വേണ്ട, മാമ്പറ്റം അപ്പുമാഷോടും പിള്ളേരോടും വരാൻ പറ ഉദ്ഘാടനത്തിന്. ഹലോ, ഇത് മാമ്പറ്റം അപ്പുമാഷിന്റെ മകൾ റീൽസ് മതി അല്ലേ? ഞാൻ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം ക്യാപ്റ്റൻ മാർവൽ.
ക്യാപ്റ്റൻ വാര്യർ. നീലന്റെ ഒപ്പം ഒരു റീൽസ് ഞാൻ കൂട്ടി. മംഗളം വരെ ഒന്ന് വരണം. ആ കുട്ടി പറഞ്ഞേ. എന്താടോ ആ കുട്ടി പറഞ്ഞത്? പുറത്തു പറയാൻ പറ്റാത്ത ആ കുട്ടി പറഞ്ഞേ. എന്നാലും ഏകദേശം ഒരു നീലന്റെ ഒപ്പം റീൽസ് ചെയ്യുന്നതിലും ഭേദം ആ 20,000 രൂപയുടെ മൊബൈൽ എടുത്ത് ആറ്റുവാളക്ക് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അവൾക്ക് അത്ര ധിക്കാരോ? അപ്പോൾ നമുക്ക് ഇറങ്ങാം അമ്പലത്തിലെ പാട്ടുപുരയിലേക്ക്. ഡേലൈറ്റ് പോകുന്നതിന് മുമ്പ് അങ്ങ് റീൽസ് എടുക്കാം. റീൽസ് അവിടെയല്ല, ഇവിടെ ഈ മംഗലശ്ശേരിയുടെ മുറ്റത്ത്. അത് കാണാൻ ഞാനും ഇവൾ ടു വർത്താനം പറഞ്ഞിറക്കി വിട്ട ഈ വാര്യരും. ഇതൊക്കെ എന്ത് ടു? ഇവൾ വെച്ച ടു ഓടക്കുള്ളുകൊണ്ട് ജുഗൽബന്ദ് ചെയ്യുന്ന പോലെയായിരുന്നു. കുട്ടി തന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഈ നീലകണ്ഠൻ എന്ത് തെറ്റാ ചെയ്തത്? ആ ശേഖരന്റെ അമ്മാവനെ ചെറുതായിട്ടൊന്ന് കുത്തിക്കൊന്നതാണോ നീലകണ്ഠൻ ചെയ്ത തെറ്റ്? അപ്പോ ഇദ്ദേഹമാണോ ചാനൽ ചർച്ചയ്ക്ക് വന്ന വാര്യർ? അത് അവിടുത്തെ വാര്യർ, ഇത് കാര്യസ്ഥൻ വാര്യർ. രണ്ടുപേരും ഒരേ നായകർന്നല്ല. വാര്യർ ഫ്രം എടപ്പാൾ. നോ ചാനൽ ചർച്ച. ആവട്ടെ. അങ്ങനെ നീ പറയില്ല. അങ്ങനെ നീ പറഞ്ഞാൽ റീൽസ് മാത്രമായിരിക്കില്ല നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത്. എന്റെ പേജ് ഫോളോ ചെയ്യേണ്ടിയും വരും. എല്ലാം കൂടെ എത്ര? 402. അതിന്റെ താഴെയാടോ 302, 302. ഇതും കൂടെ കൂട്ടി 303. എടോ വാര്യരെ, എപ്പോഴാണോ നമുക്ക് സിപ്പപ്പ് കിട്ടുന്നത്? ഇങ്ങനെ മേളിലോട്ട് പൊക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് വരുന്നത്. താൻ കൂടുതൽ പഠിപ്പിക്കണ്ട, നീലകണ്ഠൻ അറിയാം. വേഗം കളിക്ക്, റീൽസ് മതി. ചില കളികൾ നീലകണ്ഠൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാ. കഴിഞ്ഞ ആഴ്ച കണ്ടെത്തി പിള്ളേരോട് തോറ്റത് 35-1 വിത്ത് സെൽഫ് ഗോൾ. അത് ചില കളികളിൽ ഫിഫ ഫുട്ബോളിനെ അംഗീകരിച്ചിട്ടില്ല. എന്ന് അംഗീകരിക്കുന്ന അന്ന് നീലകണ്ഠനെ ഈ മംഗലശ്ശേരി വിടും വിത്ത് മൈ ഫുട്ബോൾ. വാര്യരെ, ആട്ടവിളക്ക് കത്തിക്ക്. എന്റെ പരിപാടിയല്ലേ, ആശീർവാദ് ആട്ട തന്നെ ആയിക്കോട്ടെ. ഞാൻ സമ്മതിച്ചു. Waiting in patience for me, dog. And I was wrong and far away. Would I run off the world someday? Nobody knows, nobody knows. I was dancing in the rain. I felt alive and I can't complain. But no, take me home where I belong. ജയിച്ചു അല്ലേ? അതെ, അങ്ങനെയാണ് ശീലം. അതേ പാടുള്ളൂ. തന്നെ പോലെ ഒരു വൃത്തികെട്ടവന്റെ മുന്നിൽ വീഡിയോ ചെയ്തപ്പോൾ കളങ്കപ്പെട്ടത് വിദേശ നിർമ്മിതമായ ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന കലാരൂപമാണ്. ഇനി എന്റെ മൊബൈലിന് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള യോഗ്യതയില്ല. 1000 പോസ്റ്റിന്റെ റീച്ച് കുറയുന്ന വേദനയിൽ ഞാൻ പറയുന്നു, എന്റെ ഈ സെൽഫി സ്റ്റിക്കും റിംഗ് ലൈറ്റും ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നേക്കുമായി. നിങ്ങൾ തിന്നെ ഇങ്ങോട്ട്. എന്തിനാ നീല ഇങ്ങനെ ഒരു ശാപം കൂടെ? എടോ, ഇത് 101 ശാപം എടുത്ത് വേളാങ്കണ്ണിക്ക് പോകാൻ നേർച്ചയൊന്നുമല്ല. ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിപ്പോന്നതാ. മംഗലശ്ശേരി തറവാടിന് മാനമുട്ട വിവരമൊന്നും ഇല്ല. അതെന്തായാലും കാര്യമായി. അല്ലെങ്കിൽ ഓസോം പാളിക്ക് വിളി കിടന്ന് ഞാനാണെന്ന് കൊടുത്താൻ പറഞ്ഞേനെ. ഞാൻ റീൽസ് മതിയും കൂടെ എന്താ ഇടപാടെന്നാ പറഞ്ഞേ? വാര്യരെ, സെൻസർ ബോർഡിന് ഇഷ്ടമുള്ള 3 തെറി പറ. ശുംഭൻ. അതിന് കുഴപ്പമില്ല. ഇല്ലല്ല, അത് പ്രകാശം പരത്തുന്നവനാ. അങ്ങനെ അടിച്ചവന്റെ പരിപ്പ് പിണ്ണാക്ക് മേറെയൊക്കെ ഞാൻ അവനെ പിടിക്കാം. എനിക്ക് കൊടുത്താ അവനും കൊടുക്കണോ? രണ്ടിനും ഇല്ലെങ്കിലോ? അതെ, അതാണ് ശീലം. അങ്ങനെയല്ലേ പാടുള്ളൂ. പോ. ഭീഷണിയാ. വാ. എന്താ മാറ്റെടുത്ത് ഭീഷണിപ്പെടുത്താനാണോ? അതല്ല, അത് ഫ്രെയിം ഔട്ടാ. ആകെ ഈ ഒരു സീനിലല്ലേ ഉള്ളൂ. അതിലെങ്കിലും കറക്റ്റായിട്ട് കാണട്ടെ, അല്ലെങ്കിൽ ക്യാമറമാൻ വഴക്ക് പറയും. പിന്നെ എൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയൊന്നൊന്നുമല്ല. കേരള പോലീസിൻ്റെ പേജിൽ കയറി റേറ്റിംഗ് 1 കൊടുക്കും വിത്ത് വെരി ബാഡ് കമൻറ്റ്സ്. അതാ ശീലം. ഭാര്യയോട് ചോദിച്ചാൽ മതി. അതുകൊണ്ട് സാറേ അങ്ങോട്ട് പോയി. തോണ്ട 4 അടിയുടെ കയ്യാലോ ഒറ്റ ചട്ടത്തിന് കയറി പോകുന്നത്. അത് പോട്ടെ സാറേ, പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാൽ മതി. അറിയോ? ഇല്ല സാർ, എനിക്ക് അറിയത്തില്ല.
സാർ എന്നെ കണ്ണിറുക്കി കാണിക്കുന്നു. സാറേ ഒരു മിനിറ്റ്, അവന് മനസ്സിലാവാത്തോണ്ട. നീ ഒന്ന് നോക്കി. സാറേ ഞാൻ ചന്തയിലൊക്കെ പോകുന്നത് ഇതുപോലെ ഒരു ഫേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്. അസുരന്റെ വീര്യം. ഇല്ല സാറേ കണ്ടിട്ടില്ല. ദേവന്റെ പുണ്യം. അറിയത്തില്ല. എന്നാ ബാ സാറേ പോവാം. സാറേ അവനെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ചോദിച്ച് സമ്മതിക്കും, എന്നെ അറിയാന്ന്. നിന്നെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രസ് ചെയ്യിക്കണം. വേണ്ട സാറേ. ഞാൻ സേഫ്. പോകൂ. ഞാൻ പോയിട്ട് വരാം. നിന്റെ ബെൽ ബൈക്കാണ് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. സാറേ എന്നെ ഏത് സ്റ്റേഷനിലോട്ടാ കൊണ്ടുവന്നേ? പന്തള സ്റ്റേഷനിലേക്കാണോ? അപ്പൊ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കുറത്തേടെ സ്റ്റേഷൻ പരിധിയാ. വിട്ടോ വിട്ടോ. തീർന്നെന്നാ തോന്നുന്നേ. എന്ത് പെട്രോളേ? ഇപ്പൊ നീലനോ? നീലനും തീർന്നു. എടോ വൈദ്യരെ, ഇതിലെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ ഈ ചികിത്സക്ക്? ഓല്ലോ, വൈദ്യരുടെ ഈ മാസത്തെ EMI അങ്ങോട്ട് അടഞ്ഞു തീർന്നു. അയ്യടാ. എടോ വാര്യരെ, അതിന്റെ തീപ്പെട്ടി ഇങ്ങതാടോ, ഞാനൊന്ന് കളിക്കട്ടെ, എനിക്ക് ബോറടിക്കുന്നു. അയ്യോ, ട്രാക്ക് കറക്റ്റാണോ? ആ, എറണാകുളം സൗത്ത് പോലുണ്ട്. ചായ 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 വടെ ചായ വടെ. ഇനിമേല് വന്ന് നിന്ന ദർബാറ് എന്നോട് എന്നാ ചുമ്മാ കിഴി. ഞങ്ങളൊക്കെ വിജയിയാ. ഇത് നീലന്റെ വേദന മാറാനുള്ള ഞവര കിഴി. അപ്പൊ ഇതോ? ഇതെന്റെ വിശപ്പ് മാറാനുള്ള കിഴി പൊറോട്ട. എടോ ശേഖരൻ വരഞ്ഞു, വൈദ്യം എന്തെങ്കിലും മസാലയും പുരട്ടി. എണ്ണ ചൂടായോ? എന്നെ വറക്കാൻ പോവാണോടോ വാര്യരെ? വാര്യർക്ക് ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? നീലാം ഫാം. അയ്യോ, എണ്ണ തിളച്ച് എന്നെ വറക്കല്ലേ. നീല, എണ്ണ തിളച്ചതല്ല, ഏതോ പഴയ കാറ് വന്ന് നിന്നതാ. നീലകണ്ഠന്റെ പട്ടാളമായിരിക്കും. വെട്ടുകൊള്ളുമ്പോ ഓടുന്ന ഡുമുക്കി ഡുമുക്കി ഡൂക്കിരി പട്ടാളം. നീലകണ്ഠ, ആരാടാ അത്? ഇത് ഞാനാടാ, ശേഖരൻ. അയ്യോ കാലൻ. ഒരു കാറ് കത്തിച്ചാൽ എനിക്ക് വെറും പുല്ല. കണ്ടവാനം പൈസ കൊണ്ട് കാണുന്നുണ്ട്. നീ കുത്തിക്കൊന്ന അമ്മാവന്റെ പേരില്ല കാറിന്റെ EMI. അമ്മാവന്റെ വായ്ക്കരി ഇട്ടുകൊണ്ട് ബാങ്ക് ഇറങ്ങി എഴുതി തന്നു. നീ നിന്ന് തള്ളാതെ കാര്യം പറ ശേഖര. എനിക്കറിയേണ്ടത് നീ ഇറങ്ങുമോ എന്ന്. ഇറങ്ങാൻ ഞാനെന്താ OTT റിലീസോ? നീ ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ നിന്റെ വ്യാജം ഞാൻ അടിച്ചിറക്കും. വാര്യരെ, സ്റ്റോപ്പ് പ്രൈവസി. ഞാൻ രാവിലെ അങ്ങോട്ട് നിരീക്ഷേ ഉള്ളൂ. മൈദമാവിന്റെ തോർത്ത് എടുക്കണോ? എടോ വ്യാജൻ അടിക്കരുതെന്ന് അവനോട് പറയടോ. ഇല്ല, 95 നിർത്തിയതാ. നീ ചത്തിട്ടില്ല എന്നറിഞ്ഞപ്പോഴേ എനിക്ക് സമാധാനമായത്. നീ ചത്താൽ 40 ദിവസം പത്തനംതിട്ട സബ് ജയിൽ. റിമാൻഡ്. ഭാസ്കരൻ വക്കീലും അടിപൊളിയാണ്. ബാക്കി പറ. നിന്നെ ഞാൻ കുത്തും. വേണ്ട. ഇഞ്ചിഞ്ചായി കുത്തും. വേണ്ട. അതിനുള്ള സാധനവുമായടാ വന്നിരിക്കുന്നത്. വേണ്ട, അങ്ങനെ ചെയ്യണില്ലെന്ന് പറ. വേണ്ട. കണ്ടോടാ, ഇതെന്തോന്ന് ലെവലും തേപ്പ് കരണ്ടിയും മുഴക്കട്ടൊക്കെ. അയ്യോ വേണ്ട, എന്തോ അതൊക്കെ ലെവലാ. കടിച്ചു പറിക്കുന്നു. തോണ്ട വളന്നൊക്കെ നോക്കുന്നു. ഇഞ്ചിഞ്ചായി കുത്തുവാടാ നിന്നെ, ഇഞ്ചിഞ്ചായിട്ട്.
എന്താടോ വാര്യരെ മുഖത്തൊരു കടുപ്പം? കുറച്ചു മുമ്പ് ഞാൻ ടെറസിൽ ഇരുന്നിട്ട് ചായ കുടിച്ചായിരുന്നു. തനിക്ക് എന്നെ അങ്ങ് തിന്ന് കളയണമെന്നുണ്ടോ? എടോ തിന്നാൻ തൻ്റെ പേര് ശേഖരൻ എന്നല്ലേ, ഷവർമ്മ എന്നൊന്നും അല്ലല്ലോ. ശേഖര, എനിക്കറിയാം നിനക്ക് നോവണമെങ്കിൽ ഇവന് കൊള്ളണം. അത് നല്ല ഐഡിയ ആയിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഈ വാര്യരെ വെട്ടി കീറിയാ പോരായിരുന്നോ? എന്തിനാ എന്നെ ഇങ്ങനെ ആക്കിയത്? ഇതിപ്പോ എനിക്കൊരു വഴിക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇത് മറ്റുണ്ട്. നീല, എനിക്കറിയേണ്ടത് നീ ഇറങ്ങുമോ എന്നാ. ശേഖര, ആ പഴയ നീലകണ്ഠനെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുക. നിന്നെ കൊല്ലണമായിരുന്നെങ്കിൽ ഈ വയ്യാത്ത കയ്യിൽ ഒരു കത്തിയും വെച്ച് കെട്ടി ഞാൻ വന്നേനെ. എന്നിട്ട് അന്ന് ഞാൻ കത്തിയൊക്കെ വെച്ച് കെട്ടി അങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ചൊറിഞ്ഞ് ഇങ്ങനെ ഒരു പിടി പിടിച്ചത് ഓർമ്മയുണ്ട്. 12 സ്റ്റിച്ച്, പിന്നെ ജില്ലാ ആശുപത്രി, ബ്രെഡ്, പാല്, ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ കൊല്ലാനുള്ള ഫ്ലോ എങ്ങ് പോയടോ. നീ ജില്ലാ ആശുപത്രി ഡീഗ്രേഡ് ചെയ്യലടാ. എന്താണ് അതിന് കിട്ടിയാന്ന് പോലെ? അതല്ല, കാലെടുക്കണം. ഇതൊക്കെ എന്റെ തീപ്പെട്ടി കൂടി ശേഖര. പോയാ ഇല്ല, കുറെ നാളായിട്ട് ശേഖരിച്ചതാ. പിന്നെ ഞാൻ ഇപ്പം മാറുണ്ട്. വൈകിട്ട് 7 മണിക്ക് ക്ലബ് ഹൗസിൽ ഒരു ചർച്ചയുണ്ട്. എന്താ വിഷയം? ഗുണ്ടായുസവും വടിവാളും. റീൽസ് മതി. എൻ്റെ കൈകളൊക്കെ വല്ലാതെ ധരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് താ വായിക്കാൻ. താ റീൽസ് മതി. താ. ഇതല്ല റീൽസ് മതി. പിടിക്ക്. ഇത് തരാനല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വായിക്കാൻ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്സ് തരാൻ. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അറിയോ? പിന്നെ ചെണ്ട, മൃദംഗം, തബല, റിതം പാട്. റിതം പാട് അറിയോ? ഇല്ല, ചെണ്ടയും മൃദംഗം ഒക്കെ വായിക്കുമ്പോൾ റിതം കിട്ടാൻ പാടാണെന്ന് പറയുകയായിരുന്നു. റീൽസ് മതി. ഞാൻ ചെയ്ത ഓരോ തെറ്റിനും പലിശയും കൂട്ടുപലിശയും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ? ഇത് ശേഖരൻ തന്ന 2 ഗഡു. അടുത്ത ഗഡു ഫൗണ്ടേഷൻ ലെവൽ കഴിഞ്ഞ്. റീൽസ് മതി. ആരോ തേങ്ങ പെറുക്കി എറിയുന്നു. ശേഖരന്റെ ആളുകളാണെന്ന് തോന്നുന്നു. അവരൊന്നും അല്ല. എങ്കിലാ വാര്യരായിരിക്കും. എനിക്ക് വയ്യാത്തോണ്ട് ഇവിടുത്തെ തേങ്ങയും മാങ്ങയും മൂട്ടിച്ച് വിൽക്കല അയാളുടെ പണി. മതി. അതുകൊണ്ട് ജില്ലം പടപട ഇങ്ങോട്ട് കയറി വേടോ, ഞാനൊന്ന് കാണട്ടെ. അങ്ങോട്ട് വന്നാ കിടപ്പ് കാണാൻ എനിക്ക് വയ്യടോ. പിന്നെന്ത് ചെയ്യടോ? താനൊരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാ സ്റ്റോറി ആക്ക്, ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. മഹാവിഷയവാ. എടോ, താനാ ഇടയ്ക്ക് ഒന്ന് താടോ, ഞാനൊന്ന് പെരുക്കട്ടെ. ഇടയ്ക്കിടെ കേസ് എന്നെ ഓർമ്മിപ്പിക്കരുത്. കഴിഞ്ഞ തവണ പെരുക്കാൻ മേടിച്ചിട്ട് താൻ എന്റെ തോല കുത്തിപ്പൊട്ടി. അതുകൊണ്ട് ഞാനിപ്പോ നാസിക് ഡോലും ചെണ്ടയും ചേർന്നൊരു ജുഗൽബന്ദി ചെയ്യുവാടോ. ജുഗൽബന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമാ. മയണൈസും തക്കാളി ചാട്ടി ഇട്ട് കുഴയ്ക്ക്. എടോ, അത് കുഴിമന്തി. ഞാൻ ചെയ്യുന്നത് ജുഗൽബന്ദി. എങ്കിലാ നാസിക് ഡോൽ എന്ന് താടോ, ഞാനൊന്ന് പെരുക്കട്ടെ. എടോ, ഈ ഡോൾ എടുത്താ താൻ പെടുക്കൂടോ? പെടുക്കും. ഡോ, താനല്ല അയാള് പെടുക്കുമെന്ന്. എനിക്ക് വയ്യാത്തോണ്ട് ഇപ്പൊ വാറ്റും കരിക്കൊന്നും കിട്ടത്തില്ല. അതെങ്കിലും അടിച്ച് ഞാനൊന്ന് പെരുക്കട്ടോ. ഇനി ഈ ഡോലും കൂടെ കുത്തിപ്പൊട്ടിച്ച് എന്റെ കുടുംബം കൂടെ പട്ടിണിയാക്കൂ. ക്യൂബാമുഖം തന്നെ കൊടുത്തതിന്റെ ബാക്കി അല്പം പ്രസാദമുണ്ട്, അങ്ങോട്ട് പിടിക്കുക. പുള്ളി പായസം കൊണ്ടുവന്നല്ലേ, കൈ തുടക്കി 2 തേക്കല പിടിച്ചോണ്ട് പോവാ. തേക്കലയോ? അതുകൊണ്ട് പുള്ളി കടും പായസം കൊണ്ടുവന്നേക്കുന്നു പ്രസാദമായിട്ട്. എടോ, ഇത് ശ്ലോകമാണോ? ശ്ലോകം. അതേതാ നീലം ഭയങ്കര അടാറ് ശോകമാ. ക്യൂബാമുഖം തന്നെ കൊടുത്തതിന്റെ ബാക്കി അല്പം പ്രസാദം ഉണ്ട്, അങ്ങോട്ട് പിടിക്കുക. 1 2 1 2 കമോൺ എഴുന്നേക്കരാ. വീണ മണ്ണിൽ നിന്ന് ഇത് മാറിപ്പോയി, സോറി. കമോൺ എഴുന്നേക്കരാ. 1 2 3 4. പണ്ടേ പറഞ്ഞതല്ലേ നീലകണ്ഠ, പഞ്ചായത്താകെ പരാതി. നാട്ടിൽ പിരിച്ചു ഞാൻ
ഈ അമ്മയിട്ടൊരൻ കിടക്കേടെ തോലക്കെ എവിടെ ഷാപ്പിലെ തലക്കറിയും കോടക്കുഴൽ വാറ്റും അച്ചാറിൻ പാക്കറ്റിന്നെവിടെ ക്രൂരനിഷാദ പലിശ കൊണ്ടേറുമീ ബ്ലേഡിൻ്റെ കയ്യിലൻ പ്രമാണം ഡ്രം സ്റ്റിക്ക് കൈവച്ച് പ്രാകുന്നു ഞാൻ നില തന്നിടണം മുൻ പ്രമാണം. പോയില്ലേ ഫോണിൽ പബ്ജി മാത്രമുള്ള തെമ്മാടി. ആ ശേഖരൻ പിന്നെയും വന്നല്ലേ, അവന് തന്നൊന്നും പോരെ. അയ്യോ അത് ശേഖരനല്ല, പെരിങ്ങോട്ട് പബ്ജി കളിച്ചോണ്ട് പോകുന്നതാ. എവേ മാച്ച് കാണും തെമ്മാടി. റീൽസ് മതി, ഒന്നും ചെയ്യരുത്. ഞാൻ അവളെ ഒന്നും ചെയ്യില്ലടാ. അയ്യോ എന്ത് നല്ല മനുഷ്യൻ. എനിക്ക് നിന്നെയായിരുന്നു വേണ്ടിയത്. നീ കഴിഞ്ഞ വട്ടം ബോംബെ ബോംബെ എന്ന് പറഞ്ഞ് അലങ്കോലപ്പെടുത്തിയ ഇതേ ഉത്സവം, ഇതേ നാട്ടുകാർ, അതിനിടയിൽ എനിക്ക് വേണം നിന്നെ. ശേഖര, കഴിഞ്ഞ തവണ ഞാൻ ബോംബെ പൂടെ കച്ചവടത്തിന് വന്നതാണ്. ഞാൻ ബോംബെ ബോംബെ എന്ന് പറഞ്ഞപ്പോൾ ഇതുങ്ങളെല്ലാം ഓടി. പൂട പറയാൻ ഒരു ഗ്യാപ്പ് തരണ്ടേ? നീ അന്ന് പറയാതെ പോയ പൂട പറിക്കാനാടാ നിന്നെ ഞാൻ ഇന്ന് ഇവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ നിന്റെ പപ്പും പൂടെ ഇന്ന് പറിക്കൂടാ. എന്താ ഫ്രീ ഹിറ്റ് ആണോ? ഈ പുരുഷാരം നോക്കി നിൽക്കേ, ഞാൻ നീലകണ്ഠനെ ജയിക്കാൻ പോവുകയാണ്. ജയിക്കാൻ ഞാൻ എന്താടാ IELTS പോലത്തെ പരീക്ഷ വല്ലതും ആണോ? ഓ, ഐഡിയ മനസ്സിലായി. നീലകണ്ഠൻ എഴുതി പാസ്സായി കാനഡയ്ക്ക് വിടാനുള്ള പരിപാടി. മോൺട്രിയാൽ ബെസ്റ്റാ. നിർത്തടാ നിന്റെ ആസ്ഥാനത്തെ കോമഡി. മലയാളം പക്ഷേ ഞാൻ നീലനെ ജയിക്കാൻ പോവുകയാ കേട്ടോ. നീ ആ തോറ്റ 10ാം ക്ലാസ് ആദ്യം എഴുതിയെടുക്കാം. ചിരിയടാ ചിരിയടാ, കുറച്ചുകൂടെ ചിരിയടാ. ഇങ്ങനല്ലല്ലോ, നീ കുറച്ചുകൂടെ കണകണാ ചിരിയടാ. ഈ പാപ്പിമാഷി പണ്ടേ ഉണ്ടായിരുന്നു. പണ്ട് കേട്ടെഴുത്ത് നടത്തുമ്പോഴും ക്ലാസ് ടെസ്റ്റ് നടത്തുമ്പോഴും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി. മാഷേ, ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും വേണ്ടി മാഷ് ട്യൂഷൻ എടുക്കാൻ പാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശേഖരന് വേണ്ടിയായിരുന്നു. ഒന്ന് പോടർക്ക, നീ പറയാനായിട്ടില്ലേ കാര്യങ്ങൾ. അപ്പൊ നീല ശേഖര വേണ്ട, തുടങ്ങാം. ശേഖര വേണ്ട. അതെ, ഈ ഊട്ടുപോലെ ഒന്ന് പുതുക്കി പണിയുന്ന കാര്യം അത് ഇതിന്റെ പണിയുണ്ട്. അയ്യോ ഓടിവായോ. റീൽസ് മതി. ഞാൻ കളി കഴിഞ്ഞു ഞാൻ ജയിപ്പിക്കണം. എന്തോ എനിക്ക് ജീവിക്കണം, നീ പോയി ജീവിച്ചോ. എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുക. എന്റെ അടുത്തേക്ക് ആർക്ക് വേണം? ചെയിൻ ഞാനിങ്ങ് എടുക്കുക. 2.5 പവൻ വരും. ഈ മാലയും ഞാനിങ്ങ് എടുക്കുക. എനിക്ക് ജീവിക്കണോടാ, ലാവിഷായിട്ട് ജീവിക്കണം. പേഴ്സ് ഞാൻ എടുക്കുവാടാ, എനിക്ക് ജീവിക്കണം, ലാവിഷായിട്ട് ജീവിക്കണം. ലോട്ടറി ടിക്കറ്റും YM-ലെ ബില്ലും എന്തെങ്കിലും പുല്ലാവട്ടെ. അനുമതി എല്ലാം കൂടെ 2.5 പവൻ ഊട്ടി മണാലി വഴി ഒരു കറക്കം. എന്താടാ നിനക്ക് കിട്ടിയൊന്നും പോരെ? ലൈസൻസ് ഓടാ, ചെക്കിങ് 10 വയസ്സില്ല അടക്കാൻ. എവിടാ ലൈസൻസ്? ഫോട്ടോ ഉണ്ടോ? എന്നാ നീ കൊണ്ട് ചിരിക്കേ. ഹലോ, ആംബുലൻസ് വന്നോ? അല്ല ഈ ഊട്ടുപോലെ ഒന്ന് പുതുക്കി പണിയുന്ന കാര്യം. പട്ടി നിന്റെ പോട്ട് വരും.